ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റ് കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ. ഓക്കെ, ഈ വരുന്ന ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ്. ആദ്യം ക്വസ്റ്റ്യൻസും അതിനുശേഷം ആൻസേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് നോക്കുക, നന്നായി പഠിക്കുക. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം പ്രവർത്തനം 1 വായിക്കാം എഴുതാമാണ്. കവിത വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു കവിത തന്നിട്ടുണ്ട്. കവിത നിങ്ങൾ വായിച്ചു നോക്കുക. പൗസ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ പൗസ് ചെയ്തിട്ട് നിങ്ങൾ ഈ മലയാളം എന്ന കവിത ഒന്ന് വായിക്കുക. വായിച്ചതിന് ശേഷം ഇത്രയും വരുന്നുണ്ട് കേട്ടോ കവിത. ഞാൻ വായിക്കുന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് വായിക്കാത്തത്. നിങ്ങളത് പൗസ് ചെയ്ത് വെച്ച് വായിക്കുക. ശേഷം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാറു നടുന്നൊരു നാടിൻ്റെ ഭാഷ, ചേറു പുരണ്ടൊരു നാടിൻ്റെ ഭാഷ. ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് 3 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസിലെ ആൻസർ മാത്രം എടുത്തെഴുതുക. കൃഷിപ്പാട്ട്, വടക്കൻ പാട്ട്, തോറ്റം പാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, കൃഷ്ണഗാഥയുടെ ഉത്ഭവം സൂചിപ്പിക്കുന്ന വരി ഏത്? ആദ്യത്തെ ഓപ്ഷൻ പൈതലിൻ ഹാസം പതയുന്ന ഭാഷ, ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ, മീൻ തൊട്ട് കൂട്ടിയ പട്ടേരി ഭാഷ. 3, കാവ്യക്കരുക്കളിൽ താരാട്ടുപാട്ടിൻ്റെ ഈണച്ചതി ചേലറിഞ്ഞു ചിരിച്ചൊരാൾ. അമ്മ മലയാളം, കുരീപ്പുഴ ശ്രീകുമാർ. ഈ വരികളുമായി സാമ്യമുള്ള വരി ഏത്? ഓപ്ഷൻസ് കണ്ണീരും മുത്തായി മാറുന്ന ഭാഷ, ഓമന തിങ്കളുറങ്ങുന്ന ഭാഷ, കണ്ണകി കണ്ണുമിഴിപ്പിച്ച ഭാഷ. 4, മലയാള ഭാഷയെ കൈപിടിച്ചുയർത്തിയ കവികളും അവരുടെ കവിതയെക്കുറിച്ചുള്ള സൂചനകളും താഴെ കൊടുക്കുന്നു. ചേരുംപടി ചേർക്കുക. എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ. ആദ്യത്തെ ബോക്സിൽ. രണ്ടാമത്തെ ബോക്സിൽ വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ, കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ, ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ. ഓക്കെ, പ്രവർത്തനം 2 പ്രതികരണക്കുറിപ്പാണ്. നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ 4 വരികൾ തന്നിട്ടുണ്ട്. അതാദ്യം വായിക്കാം. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാരതൻ പേരങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. പേരൻറ്റിങ്ങിലാണ് കേട്ടോ. പേരൻറ്റിങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ, കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ അതിനെ തുടർന്ന് 2 പേരുടെ സംഭാഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളും 2 വഴിയാത്രികൾ തമ്മിലുള്ള സംഭാഷണവും വായിച്ചല്ലോ. മലയാള പദങ്ങൾ ഉപയോഗിക്കാനാവുന്ന സന്ദർഭങ്ങളിൽ പോലും ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നില്ലേ? മലയാളിക്ക് മലയാളത്തോടുള്ള മമത കുറയുന്നുവോ? ക്വസ്റ്റ്യൻസ്, ഈ വിഷയത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അതാണ് എ ക്വസ്റ്റ്യൻ വരുന്നത്. ബി ക്വസ്റ്റ്യൻ, കാവ്യ നർത്തകി എന്ന കവിതയിൽ നർത്തകിയായി കവിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആരാണ്? പ്രവർത്തനം 3 നോട്ടീസാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പുതുവത്സരാഘോഷം നടത്തുന്നു. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കുരീപ്പുഴ ശ്രീകുമാർ. മലയാളത്തിൽ പുതുവത്സര ആശംസാവചനങ്ങൾ തയ്യാറാക്കൽ, കാവ്യാലാപനം, നിർത്താതെ മലയാളം, 1 മിനിറ്റ് പ്രസംഗം, കാവ്യകേളി ഇവയാണ് പ്രധാന പരിപാടികൾ. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഈ പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക. പ്രവർത്തനം 4 ജീവചരിത്രക്കുറിപ്പാണ്. എ ഓപ്ഷൻ വരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ആളാരാ? രാജാ രവിവർമ്മയുടെ ആണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം വായിക്കുക. ജനനം, ജന്മസ്ഥലം, മാതാപിതാക്കൾ, ഗുരു, മരണം, പ്രധാന ചിത്രങ്ങൾ, അംഗീകാരങ്ങൾ എല്ലാം വായിക്കുക. കൊട്ടാര ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ചു തുടക്കം. എണ്ണച്ചായ ചിത്രരചനയിൽ പ്രാവീണ്യം. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവും. മുകളിൽ കൊടുത്ത വിശദാംശങ്ങൾ യുക്തിപരമായി ക്രമപ്പെടുത്തി എണ്ണച്ചായ ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ബി, സൺഡേ ഇൻഡിപെൻഡന്റിലെ മത്സരത്തിനായി ക്രിസ്റ്റി ബ്രൗൺ പെയിന്റ് ചെയ്ത ചിത്രം ഏത്? അതിലെ ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രവർത്തനം 5 ഇമെയിൽ സന്ദേശമാണ്. നോക്ക് എടാ നീ നേടി നോക്ക്. പെയിന്റിംഗ് മത്സരത്തിൽ സമ്മാനം നേടിയ ബ്രൗണിനോട് അച്ഛൻ ആഹ്ലാദത്തോടെ പറയുന്ന വാക്കുകളാണിത്. സിൻഡ്രലയുടെയും രാജകുമാരൻ്റെയും ചിത്രത്തിന് സമ്മാനം നേടിയ ക്രിസ്റ്റി ബ്രൗണിനെ അഭിനന്ദിച്ചുകൊണ്ട് വ്യത്യസ്തമായ 2 ഇമെയിൽ സന്ദേശങ്ങൾ തയ്യാറാക്കുക. പ്രവർത്തനം 6 ലേഖനമാണ്. ഞാൻ എന്ന ഒരു കവിത തന്നിട്ടുണ്ട്. സി ഗംഗാധരൻ നായരുടെ.
ചിത്രശലഭങ്ങൾ എന്ന കവിത എസ് ജോസഫിൻ്റെ. നമ്മുടെ ചോദ്യം നോക്കാം. പുഴുവായിരുന്ന പൂമ്പാറ്റ വളർന്ന് അഴകാർന്ന ചിത്രശലഭമായി മാറുന്നു. കലർപ്പില്ലാത്ത സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും നേർരൂപമാണ് കുട്ടികൾ. വളരും തോറും മനുഷ്യന് മാനവികതയുടെ ചിറകുകൾ നഷ്ടമാവുന്നുണ്ടോ? മുകളിലെ വരികളും പ്രസ്താവനകളും പരിഗണിച്ച് ലഘുലേഖനം തയ്യാറാക്കുക. ലേഖനത്തിന് ഉചിതമായ തലക്കെട്ടും നൽകണേ. ബി. ചിത്രശലഭങ്ങൾ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞതെപ്പോൾ? ഇനി നമുക്ക് ആൻസർ കീയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും അറിയാവുന്ന ആൻസറുകളൊക്കെ എഴുതുക. ശേഷം ആൻസർ കീ ചെക്ക് ചെയ്യുക. പ്രവർത്തനം 1ൻ്റെ ആൻസറാണ്. പ്രവർത്തനം 1-ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൃഷിപ്പാട്ട്, രണ്ടാമത്തതിൻ്റെ ആൻസർ ആളുന്തിപ്പാട്ടിൻ്റെ ചേലുള്ള ഭാഷ, 3ൻ്റെ ആൻസർ ഓമനത്തിങ്കൾ ഉറങ്ങുന്ന ഭാഷ, 4 ചേരുംപടി ചേർക്കുകയാണ്, എഴുത്തച്ഛൻ കൈക്കാത്ത കാഞ്ഞിരം കായ്ക്കുന്ന ഭാഷ, കുഞ്ചൻ നമ്പ്യാർ ആളേറെ തുള്ളിയ വള്ളുവൻ ഭാഷ, രാമപുരത്തു വാര്യർ വള്ളം തുഴഞ്ഞേറെ പാടിയ ഭാഷ. അടുത്തത് പ്രതികരണക്കുറിപ്പാണ്. മലയാള ഭാഷയോടുള്ള മമത കുറയുന്നു. മലയാള ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ പോലും ഇംഗ്ലീഷ് പദങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. മാതൃഭാഷയോടുള്ള താല്പര്യം കുറയുന്നതിൻ്റെ സൂചനയാണിത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളിൽ ഇംഗ്ലീഷ് ഭാഷയോടുള്ള അമിത പ്രാധാന്യത്തെ പരിഹസിക്കുന്നു. സംഭാഷണത്തിൽ ദിശകൾ പറയാൻ നേരെ പോയി രണ്ടാമത്തെ ഇടത്തോട്ട് എന്ന് മലയാളത്തിൽ പറയാമായിരുന്നിട്ടും സ്ട്രെയിറ്റ്, സെക്കൻഡ്, ലെഫ്റ്റ് തുടങ്ങിയ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് മലയാളികൾക്ക് മലയാളത്തോടുള്ള മമത കുറയുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. സ്വന്തം ഭാഷയെ അവഗണിക്കുന്നത് സാംസ്കാരികമായ അടിമത്തത്തിലേക്കും ഭാഷയുടെ തനിമ നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചേക്കാം. മാതൃഭാഷയെ സ്നേഹിക്കുകയും അതിൽ സംസാരിക്കുകയും ചെയ്യുന്നത് ഓരോ മലയാളിയുടെയും കടമയാണ്. ബിയുടെ ആൻസർ മലയാള കവിതയാണ് കേട്ടോ. കാവ്യ നർത്തകിയായിട്ട് വരുന്നത് മലയാള കവിതയാണ്. പ്രവർത്തനം 3 നോട്ടീസാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂളിൽ പുതുവത്സരാഘോഷം. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 2025 ഡിസംബർ 31 വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിപാടി പ്രശസ്ത സാഹിത്യകാരൻ കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന പരിപാടികൾ: മലയാളത്തിൽ പുതുവത്സര ആശംസാവചനങ്ങൾ തയ്യാറാക്കൽ, കാവ്യാലാപനം നിർത്താതെ മലയാളം 1 മിനിറ്റ്, പ്രസംഗം കാവ്യകേളി. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സെക്രട്ടറി, വിദ്യാരംഗം കലാസാഹിത്യവേദി. ഇനി പ്രവർത്തനം 4 ജീവചരിത്രക്കുറിപ്പാണ്. രാജാരവിവർമ്മയുടെ കേട്ടോ. ഇന്ത്യൻ ചിത്രകലയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് രാജാരവിവർമ്മ. 1848 ഏപ്രിൽ 29 തിരുവനന്തപുരത്തെ കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ച അദ്ദേഹം ഉമാ അംബാബായ് തമ്പുരാട്ടിയുടെയും നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെയും മകനാണ്. കൊട്ടാരം ചിത്രകാരനായ രാജരാജവർമ്മയായിരുന്നു ഗുരു. കൊട്ടാര ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് ചിത്രം വരച്ച് തുടങ്ങിയ രവിവർമ്മ പിന്നീട് എണ്ണച്ചായ ചിത്രരചനയിൽ പ്രാവീണ്യം നേടി. 1871 മഹാരാജാവിൽ നിന്ന് വീരശൃംഖലയും 1873 മദ്രാസിലെ കലാപ്രദർശനത്തിൽ സുവർണമുദ്രയും ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലെ പ്രധാന അംഗീകാരങ്ങളാണ്. വിളക്കേന്തിയ വനിത, ഹംസവും ദമയന്തിയും തുടങ്ങിയ നിരവധി പ്രശസ്ത ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജാവ് എന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. 1906 ഒക്ടോബർ 2 അദ്ദേഹം അന്തരിച്ചു. ബി. സിൻഡ്രല രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ചിത്രം. പ്രവർത്തനം 5 ഇമെയിൽ സന്ദേശമാണ്. നമ്മളോട് 2 സന്ദേശം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫ്രമിൽ ഒരു അഡ്രസ്സ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് 123@gmail.com എന്ന് വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. 2ഉം അതുപോലെ ഒരു അഡ്രസ്സ് കൊടുക്കുക. സബ്ജക്റ്റ് എന്താ? പെയിൻറ്റിംഗ് മത്സരത്തിൽ സമ്മാനം നേടിയതിന് അഭിനന്ദനങ്ങൾ. പ്രിയ ബ്രൗണി, പെയിൻറ്റിംഗ് മത്സരത്തിൽ സമ്മാനം നേടിയെന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സിൻഡ്രല്ലയുടെയും രാജകുമാരൻ്റെയും ചിത്രം വളരെ മനോഹരമായിട്ടുണ്ട്. ഈ വിജയം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസകളോടെ ക്രിസ്റ്റി. ഇനി അടുത്തത് ഫ്രമും 2ഉം നമുക്ക് ഏതെങ്കിലും ഒരു അഡ്രസ്സ് കൊടുക്കുക. സബ്ജക്റ്റ് എന്താ? അഭിനന്ദനങ്ങൾ തന്നെയാണ്. ഹായ് ബ്രൗണി, നിനക്ക് പെയിൻറ്റിംഗ് മത്സരത്തിൽ സമ്മാനം കിട്ടിയെന്നറിഞ്ഞു. സൂപ്പർ. അച്ഛൻ പറഞ്ഞതുപോലെ നീ ശരിക്കും നേടി. സിൻഡ്രല്ലയുടെ ചിത്രം ഗംഭീരമായി. അടുത്ത തവണയും നമുക്ക് അടിച്ചു പൊളിക്കാം. സ്നേഹത്തോടെ ക്രിസ്റ്റി. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുക. അടുത്ത പ്രവർത്തനം ലേഖനം എഴുതാനാണ്.
മാനവികതയുടെ ചിറകുകൾ പൂമ്പാറ്റയുടെ ജീവിതചക്രം മനുഷ്യന്റെ ബാല്യത്തെയും യൗവനത്തെയും ഓർമ്മിപ്പിക്കുന്നു. പുഴുവായി പവിഴക്കൂടിൽ ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് അഴകു തുടിക്കുന്ന ചിത്രശലഭമായി പുറത്തുവരുന്നത് പോലെയാണ് മനുഷ്യജീവിതത്തിന്റെ ആരംഭവും. കുട്ടിക്കാലം കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെയും മാനവികതയുടെയും നേർരൂപമാണ്. എന്നാൽ മനുഷ്യർ വലുതാകുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടെയും ലോകത്തിന്റെയും തിരക്കിൽപ്പെട്ട് പറക്കാൻ സഹായിച്ച ആ മാനവികതയുടെ ചിറകുകൾ കൊഴിയുന്നു. പിന്നീട് ചിറകുകളില്ലാത്ത പുഴുവിനെ പോലെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങേണ്ടി വരുന്നു. വളരും തോറും മനുഷ്യന് മാനവികതയുടെ ചിറകുകൾ നഷ്ടമാവുന്നുണ്ടോ എന്ന ചോദ്യം ഓരോരുത്തരിലും ചിന്ത ഉണർത്തുന്നു. അതിലെ ബി ആൻസർ പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.